Welcome to Arcade Stories. പ്രിയ പ്രണയിനി ഭാഗം 39. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയ ഗൗരിയുടെ കൈകാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ വരാന്തയിൽ നിൽക്കുന്ന ആ രൂപത്തിൽ തന്നെ തറഞ്ഞു നിന്നു. അതെ, വൈശാഖി. കാലം അവളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും ആ മുഖത്തെ പ്രസന്നതയ്ക്ക് ഒട്ടും മങ്ങലേറ്റിരുന്നില്ല. കാറിൽ നിന്നും ഇറങ്ങി തന്നെ ഉറ്റുനോക്കുന്ന ഗൗരിയെ കണ്ടതും വൈശാഖിയുടെ ചുണ്ടിലുണ്ടായിരുന്ന ആ പുഞ്ചിരിക്ക് മാറ്റം വന്നു. അവളുടെ വലിയ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു തുളുമ്പി. തടഞ്ഞു നിർത്താൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടതുപോലെ ആ കവിളുകളിലൂടെ കണ്ണുനീർ ധാരധാരയെ ഒഴുകി. ചിരിയും കരച്ചിലും ഒന്നിച്ച ആ മുഖം ഗൗരിയുടെ ഉള്ളിലെ സങ്കടത്തിന്റെ അണക്കെട്ട് തകർത്തു കളഞ്ഞു. വിച്ചു എന്നൊരു വിളി ഗൗരിയുടെ തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. പിന്നെ അവിടെ വാക്കുകൾക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല. അവൾ വരാന്തയിലേക്ക് ഓടിക്കയറി. വൈശാഖി തൂണിൽ നിന്നും പിടിവിട്ട് കൈകൾ നീട്ടിപ്പിടിച്ചു. വർഷങ്ങൾ നീണ്ട ആ കാത്തിരിപ്പിനൊടുവിൽ അവർ പരസ്പരം പുണർന്നപ്പോൾ സമയം പോലും അവിടെ നിശ്ചലമായി. 6 വർഷങ്ങൾ. ആ നീണ്ട കാലയളവിലെ വിരഹവും വേദനയും നഷ്ടബോധവും ആ ഒരൊറ്റ ആലിംഗനത്തിൽ അലിഞ്ഞുപോയി. ഇനിയൊരിക്കലും വിട്ടുപോകില്ലെന്ന വാശിയിൽ എന്നതുപോലെ അവർ പരസ്പരം മുറുകെ പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് ദേവനും ക്രിസ്റ്റിയും കാറിൽ നിന്നും പുറത്തേക്കിറങ്ങിയത്. സന്തോഷത്തോടെ അവർ പരസ്പരം നോക്കി ചിരിച്ചു. വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത ആ സ്നേഹസംഗമത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ അവർ ആ വരാന്തയിലേക്ക് നടന്നു ചെന്നു. തൊട്ടും തലോടിയും ഉമ്മ വെച്ചും കരഞ്ഞുകൊണ്ടിരുന്ന ഗൗരിയുടെയും വൈശാഖിയുടെയും കരച്ചിൽ അടങ്ങുന്നതും കാത്ത് അവർ നിൽക്കുന്നതിനിടയിൽ വാത്സല്യം നിറഞ്ഞൊരു പുഞ്ചിരിയോടെ സിസ്റ്റർ സെറീറ്റ ഫെർണാണ്ടസ് അകത്തുനിന്നും ഇറങ്ങി വന്നു. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഒന്നിനെ തിരികെ കിട്ടുമ്പോഴുണ്ടാവുന്ന സന്തോഷം ആ വരാന്തയിൽ അപ്പോഴും അലയടിക്കുന്നുണ്ടായിരുന്നു. ഗൗരിയുടെയും വൈശാഖിയുടെയും വൈകാരികമായ കണ്ടുമുട്ടലിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് സിസ്റ്റർ സെറീറ്റ ഫെർണാണ്ടസ് സാവധാനം ദേവന്റെയും ക്രിസ്റ്റിയുടെയും അടുത്തേക്ക് നടന്നു ചെന്നു. ഏകദേശം 60 വയസ്സിനോടടുത്ത അവരുടെ മുഖത്ത് ശാന്തതയും പ്രൗഢിയും നിറഞ്ഞു നിന്നിരുന്നു. ക്രിസ്റ്റി ബഹുമാനത്തോടെ സിസ്റ്ററെ ദേവന് പരിചയപ്പെടുത്തി. ദേവ, ഇതാണ് സിസ്റ്റർ സെറീറ്റ ഫെർണാണ്ടസ്. ഈ ഓർഫനേജിന്റെയും ഇവിടുത്തെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ നോക്കുന്നത് സിസ്റ്ററാണ്. ഇത്രയും നാൾ വൈശാഖിക്ക് ഒരു അമ്മയെപ്പോലെ കൂടെ ഉണ്ടായിരുന്നത് ഇവരാണ്. ക്രിസ്റ്റിയുടെ വാക്കുകൾ കേട്ട് സിസ്റ്റർ ആ കട്ടിക്കണ്ണട ഒന്ന് മേലോട്ട് വലിച്ചു കയറ്റിയിട്ട് വാത്സല്യത്തോടെ പുഞ്ചിരിച്ചു. ദേവൻ ആദരപൂർവം കൈകൾ കൂപ്പി. നമസ്കാരം സിസ്റ്റർ, ഞാൻ ദേവനന്ദൻ. ഔദ്യോഗിക പദവിയുടെ ഗൗരവം തൊട്ട് തീണ്ടാത്ത വിനയം നിറഞ്ഞ സ്വരത്തിൽ അവൻ തുടർന്നു. അവിടെ കൊറ്റങ്കാവിലെ ഇൻസ്പെക്ടറാണ്. ദൈവത്തിന് സ്തുതി. സാറിനെ കുറിച്ച് വൈശാഖി എപ്പോഴും പറയാറുണ്ട്. സാറിനെ കുറിച്ച് മാത്രമല്ല കേട്ടോ, അവിടെ നാട്ടിലുള്ള സകലരെ പറ്റിയും ഇവള് പറഞ്ഞ് ഇപ്പോൾ എല്ലാവരെയും നേരിട്ട് കണ്ടതുപോലെ അറിയാം. അതും പറഞ്ഞ് അവർ ചിരിച്ചു. അവർ സംസാരിക്കുമ്പോഴും ദേവന്റെ കണ്ണ് ഇടയ്ക്കിടെ വരാന്തയിലേക്ക് നീളുന്നുണ്ടായിരുന്നു. അവിടെ ഗൗരിയും വൈശാഖിയും ആ സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴും അവർ പരസ്പരം പിടിവിട്ടിരുന്നില്ല. വൈശാഖിയുടെ തോളിൽ തലചായ്ച്ച് അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു നിൽക്കുന്ന ഗൗരിയെ കണ്ടാൽ ഇനി മരണം വരെ നിന്നെ ഞാൻ വിട്ടുപോകില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് പോലെ തോന്നുമായിരുന്നു. പരസ്പരം ചേർന്ന് നിൽക്കുന്ന ആ 2 ജന്മങ്ങളെ നോക്കി സിസ്റ്റർ സെറീറ്റയും സംതൃപ്തിയോടെ പുഞ്ചിരിച്ചു. അവരുടെ മുഖത്തപ്പോൾ ഒരു മാതൃത്വം നിറഞ്ഞ വാത്സല്യമാണ് നിറഞ്ഞു നിന്നിരുന്നത്. നിങ്ങൾ വരുമെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഇവളുടെ ഈ വരാന്തയിൽ തന്നെ കണ്ണും നട്ടിരിക്കുകയായിരുന്നു. സിസ്റ്റർ പറഞ്ഞത് കേട്ടതും ഗൗരിയുടെ ഉള്ള സ്നേഹം കൊണ്ട് പിടഞ്ഞു. അവൾ വൈശാഖിയെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. 6 വർഷങ്ങൾക്കിപ്പുറവും തന്റെ സ്നേഹത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ലെന്ന് ഓർമ്മിപ്പിക്കും പോലെ. വരൂ, നമുക്ക് അകത്തേക്കിരിക്കാം. വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ചയല്ലേ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാകും. സിസ്റ്റർ അവരെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. വൈശാഖിയുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഗൗരിയും പുറകെ ദേവനും ക്രിസ്റ്റിയും സിസ്റ്ററോടൊപ്പം അകത്തേക്ക് കയറി. അവർ നടന്നു നീങ്ങുന്ന ഇടനാഴിക്ക് അപ്പുറമുള്ള ഹാളിൽ നിന്നും പ്രാർത്ഥന കഴിഞ്ഞ് കുട്ടികൾ ഇറങ്ങി വരുന്ന സമയമായിരുന്നു അത്. ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച ആ പെൺകുട്ടികൾ അതിഥികളെ കണ്ടതും കൗതുകത്തോടെ നോക്കി. അതിനിടയ്ക്ക് അവർ സിസ്റ്റർക്ക് സ്തുതി നൽകുകയും ചെയ്തു. കൂട്ടത്തിൽ മുതിർന്ന പെൺകുട്ടികളിൽ ചിലർ വൈശാഖിയുടെ അടുത്തേക്ക് ചെന്ന് ഗൗരിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു, ഇതാണോ ആന്റിയുടെ സിസ്റ്റർ? അതെ എന്ന അർത്ഥത്തിൽ വൈശാഖി നിറകണ്ണുകളോടെ ചിരിച്ചുകൊണ്ട് തലയാട്ടി.
എല്ലാവരും പോയി ഭക്ഷണം കഴിച്ചോളൂ, സമയമായില്ലേ? സിസ്റ്റർ സ്നേഹത്തോടെ നിർദ്ദേശിച്ചതും വന്നവരെ ഒന്നുകൂടി നോക്കി ചിരിച്ചുകൊണ്ട് ആ കുട്ടിക്കൂട്ടം വരി വരിയായി മെസ് ഹാളിലേക്ക് നടന്നു നീങ്ങി. കുട്ടികൾ പോയ വഴിയിലേക്ക് അല്പനേരം നോക്കി നിന്ന സിസ്റ്റർ ഒരു ദീർഘനിശ്വാസത്തോടെ ദേവന് നേർക്ക് തിരിഞ്ഞു. 4 വയസ്സുകാർ മുതൽ വിവാഹപ്രായമായ കുട്ടികൾ വരെ ഇവിടെയുണ്ട്. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാത്ത കുറച്ച് ജന്മങ്ങൾ. അരമനയിൽ നിന്നുള്ള സഹായം കൂടാതെ നല്ലവരായ ചില നാട്ടുകാരുടെ സഹായം കൊണ്ടാ കാര്യങ്ങൾ മുടങ്ങാതെ നടന്നു പോകുന്നത്. കലപില സംസാരിച്ചുകൊണ്ട് നടന്നു പോകുന്ന ആ കുട്ടികളെയും നോക്കി ദേവനും നിശബ്ദനായി നിന്നു. അനാഥത്വത്തിന്റെ ഭാരം അവരെ അത്രമേൽ ഏശിയിട്ടില്ലെന്ന് തോന്നി. അതോ അതൊക്കെയും ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് സന്തോഷം ഒരു പുറമോടിയെ കൊണ്ടു നടക്കുകയാണോ ആ കുഞ്ഞുങ്ങൾ? വരൂ. അവന്റെ ശ്രദ്ധ ആകർഷിച്ചും കൊണ്ട് സിസ്റ്റർ വിളിച്ചതും ദേവനും കൂടെ ബാക്കിയുള്ളവരും ആ കൂടെ ചെന്നു. ഇടത്തരം വലിപ്പമുള്ള ഒരു മുറിയിലേക്കാണ് സിസ്റ്റർ അവരെ കൊണ്ടുപോയത്. കണ്ടിട്ട് അതൊരു ചെറിയ കോൺഫറൻസ് റൂം ആണെന്ന് തോന്നി. നിങ്ങൾ കാലത്ത് വല്ലതും കഴിച്ചായിരുന്നോ? മുറിക്കകത്തേക്ക് കയറിയതും പെട്ടെന്ന് ഓർത്തതുപോലെയാണ് സിസ്റ്റർ അത് ചോദിച്ചത്. ഞങ്ങൾ കഴിച്ചിട്ടിറങ്ങിയ സിസ്റ്റർ. ക്രിസ്റ്റിയാണ് അതിന് മറുപടി നൽകിയത്. ശരി, എങ്കിലും നിങ്ങളിരുന്ന് സംസാരിക്കൂ. ഞാൻ ആ കുട്ടികളുടെ കാര്യം ഒന്ന് നോക്കട്ടെ. സിസ്റ്റർ അവർക്ക് വേണ്ട സ്വകാര്യത നൽകിക്കൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. സിസ്റ്റർ പോയതോടെ മുറിയിൽ നിശബ്ദത പരന്നു. ഗൗരിയും വൈശാഖിയും ഒപ്പം ദേവനും ക്രിസ്റ്റിയും. 6 വർഷത്തെ മൗനം. എവിടെ നിന്ന് എങ്ങനെ തുടങ്ങണമെന്നറിയാത്ത ഒരു സങ്കോചം എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. ഇത്രയും നാൾ ചോദിക്കാൻ കരുതി വെച്ച 1000 ചോദ്യങ്ങൾ തൊണ്ടയിൽ കുരുങ്ങിയതുപോലെ. പരസ്പരം നോക്കി നിൽക്കാൻ മാത്രമേ ആ നിമിഷം അവർക്ക് കഴിഞ്ഞുള്ളൂ. മുറിയിൽ തളം കെട്ടിനിന്ന മൗനത്തിന്റെ ഭാരം ഒടുവിൽ വൈശാഖി തന്നെ ലഘൂകരിച്ചു. ഇരിക്ക്. അവൾ കസേരകളിലേക്ക് വിരൽ ചൂണ്ടി. എല്ലാവരും ഇരുന്നിട്ടും ഗൗരിയുടെ നോട്ടം വൈശാഖിയുടെ മുഖത്തു തന്നെയായിരുന്നു. ഉള്ളിലെ സങ്കടവും പരാതിയും ഒരു വിതുമ്പലോടൊപ്പം പുറത്തേക്ക് ചാടി. എന്നാലും ഇത്ര നാളും ഒരു വാക്കുപോലും പറയാതെ മാറി നിന്നല്ലോ വിച്ചു. നിനക്ക് എങ്ങനെ സാധിച്ചടി? ഇടറുന്ന വാക്കുകളോടെ ഗൗരി ചോദിക്കുമ്പോൾ വൈശാഖിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അവൾ നിശബ്ദയായി ഗൗരിയുടെ കൈകളിൽ മൃദുവായി തലോടി. ഒടുവിൽ നേർത്ത ശബ്ദത്തിൽ അവൾ പറഞ്ഞു, പേടിച്ചിട്ടാണ് ഗജു. പേടിച്ചിട്ടോ? ആര്? ഇത്രയും നാൾ ബാക്കിയുള്ള ഒരു വൈശാഖി അന്വേഷിക്കുകയായിരുന്നു എന്നതറിയില്ലേ? ആ ചോദ്യം ദേവനിൽ നിന്നുമാണ് വന്നത്. ചെറിയൊരു കുറ്റപ്പെടുത്തലും ഉണ്ടായിരുന്നു അവന്റെ ആ ചോദ്യത്തിൽ. പക്ഷേ ആ ചോദ്യത്തിന് മറുപടി നൽകിയത് ക്രിസ്റ്റിയായിരുന്നു. ശ്രീനിലയത്തിലെ രാജേന്ദ്രനെയും സജീവനെയും ഏറെ പേടിക്കേണ്ടത് ഇവിടുത്തെ ഗംഗാധരനെയാണ് ദേവ. അന്ന് അനന്തനെയും വൈശാഖിയെയും ആക്രമിക്കാനുള്ള പദ്ധതികളെല്ലാം തയ്യാറാക്കിയത് അയാളായിരുന്നു. അയാൾക്ക് രാഷ്ട്രീയത്തിലുള്ള സ്വാധീനം അറിയാലോ. അപ്പോ വൈശാഖി ഇത്രയും നാൾ ഇവിടെയാണ് ഉണ്ടായിരുന്നതെന്ന് ഗംഗാധരൻ അറിയില്ലേ? അയാൾ ഈ നാട്ടുകാരൻ തന്നെയല്ലേ? അറിയില്ല ദേവ. വൈശാഖി ഇവിടെ അറിയപ്പെടുന്നത് ക്ലാര എന്ന. സിസ്റ്റർ സെറീറ്റയ്ക്കും പിന്നെ നമ്മുടെ പള്ളിയിലെ ഫാദർ വില്യംസിനും മാത്രമേ അറിയാവൂ ഇവൾ യഥാർത്ഥത്തിൽ ആരാണെന്ന്. അപ്പച്ചൻ ഈ ഇടവകയിലെ കൈക്കാരനായതുകൊണ്ട് ഇവളെ അങ്ങനെ ഇവിടെ താമസിപ്പിക്കുക എന്നത് എളുപ്പമായിരുന്നു. മാത്രമല്ല ഇങ്ങോട്ടേക്ക് അധികമാരും വരുന്ന പതിവൊന്നുമില്ല. അവൻ പറഞ്ഞത് ശരി വെക്കും പോലെ ദേവനൊന്ന് മൂളി. പക്ഷെ അന്ന് സംഭവിച്ചത് എന്താണെന്ന് സത്യം നിങ്ങൾ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ വിഷ്ണുവിന് ഇന്ന് ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു. ദേവന്റെ ആ കുറ്റപ്പെടുത്തൽ കേട്ടതും വൈശാഖിയുടെ മുഖഭാവം മാറി. അവരുടെ കണ്ണുകളിൽ പെട്ടെന്ന് ദേഷ്യം ഇരച്ചു കയറി വന്നു. കുറച്ച് നാള് ജയിലിൽ കിടക്കട്ടെ ദേവേട്ട. എന്റെ സ്വന്തം ഏട്ടനാണെങ്കിലും അനന്തേട്ടനെ ആക്രമിക്കാൻ കൂട്ടുന്നല്ല അങ്ങേര്. അനന്തേട്ടൻ എന്റെ ഭർത്താവ് മാത്രമല്ലല്ലോ, അങ്ങയുടെ ചെറിയമ്മാവന്റെ മകൻ കൂടിയല്ലേ. അപ്പൊ അതിനുള്ള ശിക്ഷ ഏട്ടൻ അനുഭവിക്കുന്നത് തന്നെയാ നല്ലത്. ഗൗരി കുറ്റപ്പെടുത്തും പോലെ അവളെ നോക്കി കണ്ണുകൾ കുറിപ്പിച്ചു. വിച്ചു, നീ എങ്ങനെ പറയാതെ? ജയിലിലെ ഇരുണ്ട മുറികളിലെ ഏകാന്തത എത്രത്തോളം ശ്വാസം മുട്ടിക്കുന്നതാണെന്ന് നിനക്കറിയില്ല പെണ്ണെ. വിഷ്ണുവേട്ടൻ അപ്പച്ചിയുടെ കയ്യിലെ ഒരു പാവം മാത്രമാ. അപ്പച്ചി പറയുന്നത് കേൾക്കുകയല്ലാതെ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ ആ പാവത്തിന് കഴിയില്ല. ഗൗരിയുടെ വാക്കുകൾ ഉള്ളിൽ തട്ടിയതുപോലെ വൈശാഖിയുടെ മുഖത്തെ കാർക്കശ്യം അയഞ്ഞു. പകരം അവിടെ സങ്കടം നിഴലിച്ചു. സ്വന്തം ഏട്ടനെക്കുറിച്ചുള്ള ഓർമ്മകൾ അവളെയും വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണെന്തോ ഓർത്തതുപോലെ ദേവൻ ക്രിസ്റ്റിയോട് ചോദിച്ചത്, സജീവനും കൂട്ടരും അനന്തനെ ആക്രമിക്കുന്ന വീഡിയോ അതിപ്പോഴും കയ്യിലുണ്ടോ? ഉണ്ട്. ക്രിസ്റ്റി തലയാട്ടി. എങ്കിൽ വൈശാഖി തിരികെ കൊറ്റങ്കാവിലേക്ക് വരണം. ദേവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ആ കേസ് റീ ഓപ്പൺ ചെയ്ത് വിഷ്ണുവിനെ പുറത്തിറക്കാൻ ആ ഒരു തെളിവ് മാത്രം മതിയാകും. പക്ഷെ അതിന് വൈശാഖിയുടെയും ക്രിസ്റ്റിയുടെയും മൊഴികൾ കൂടി അത്യാവശ്യമാണ്.
ഗൗരി പ്രതീക്ഷയോടെ വൈശാഖിയെ നോക്കി. അതെ, നീ വരണം വിച്ചു. അപ്പച്ചിയെ നിലക്ക് നിർത്താൻ ഹരിഹരനമ്മാവനെ കൊണ്ട് സാധിക്കില്ല. അതിന് നീ തന്നെ വേണം. ഗൗരിയുടെ വാക്കുകളിലെ മാറ്റം കണ്ട് വൈശാഖി അത്ഭുതത്തോടെ അവളെ നോക്കി. പണ്ടത്തെ സാധുവായ ഗൗരി തന്നെയാണോ ഇത് എന്ന മട്ടിൽ അവൾ മിഴിച്ചു നിന്നു. ഗച്ചു, നീ തന്നെയാണോ ഈ പറയുന്നേ? ദേവൻ ചിരിച്ചുകൊണ്ട് തല കുടഞ്ഞു. ഗൗരി ഇപ്പോ പഴയ ഗൗരിയല്ല വൈശു, കാലം അവളെ ഒരുപാട് മാറ്റിയിരിക്കുന്നു. അതിന് മറുപടിയായി ഒരു പതിഞ്ഞ ചിരി മാത്രമായിരുന്നു ഗൗരിയിൽ നിന്നും ഉയർന്നത്. എല്ലാവരും വൈശാഖിയുടെ മറുപടിക്കായി കാത്തുനിന്നു. എന്നാൽ ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം അവൾ പതിയെ വിലങ്ങനെ തലയാട്ടി. ഞാൻ വരില്ല ഗച്ചു. ആ മറുപടി കേട്ട ഗൗരി നിരാശയോടെ ദേവനെ നോക്കി. അവളെ ഒന്ന് നിർബന്ധിക്കൂ മനുഷ്യ എന്നവൾ കണ്ണുകൾ കൊണ്ട് അവനോട് പറഞ്ഞു. എന്തുകൊണ്ടാ അങ്ങോട്ട് വരാൻ മടിക്കുന്നത്? ഗൗരിയുടെ ഉള്ളിൽ കിടന്ന് കറങ്ങിയ ചോദ്യം കടമെടുത്തതുപോലെ ദേവൻ ചോദിച്ചു. അനന്തൻ മരിച്ചിട്ടില്ല എന്ന് തന്നെയാ വൈശാഖിയുടെ വിശ്വാസം. ക്രിസ്റ്റിയുടെ പെട്ടെന്നുള്ള വാക്കുകൾ കേട്ട് ദേവനും ഗൗരിയും ഞെട്ടി. വൈശാഖി ദൂരേക്ക് കണ്ണു നട്ടിരിക്കുകയായിരുന്നു. ക്രിസ്റ്റി തുടർന്നു. കൊറ്റങ്കാവിലെ കയത്തിലൊക്കെ നീന്തി പരിചയമുള്ള അനന്തനെ തോൽപ്പിക്കാൻ കൊച്ചിക്കായലിന് കഴിയില്ല എന്നാ ഇവള് പറയുന്നത്. അതുകൊണ്ട് അനന്തൻ തിരികെ വരുന്നവരെ ഇവിടെ കാത്തിരിക്കണമെന്ന ഇവളുടെ തീരുമാനം. ഇത്ര നാളായിട്ടും? ദേവന്റെ ആശ്ചര്യം നിറഞ്ഞ ചോദ്യം കേട്ട് വൈശാഖി മുഖം തിരിച്ച് അവനെ നോക്കി. ഇത്ര നാളായിട്ടും ആ പ്രതീക്ഷ മാറിയിട്ടില്ലേ? ഇല്ല ദേവേട്ട, അനന്തേട്ടൻ മരിച്ചിട്ടില്ല എന്ന് തന്നെയാ എൻ്റെ മനസ്സ് എന്നോട് പറയുന്നത്. എന്നെ അന്വേഷിച്ച് എന്തെങ്കിലും കുറ്റങ്കാവിൽ അനന്തേട്ടൻ വന്ന സെബാച്ചൻ പറയും ഞാനിവിടെ ഉണ്ടെന്ന്. ദേവന്റെ കണ്ണുകൾ ഗൗരിയുടെ നേർക്കായി. സജീവന്റെ കൊലപാതകം നടന്ന ദിവസം കാവനുള്ളിൽ വെച്ച് കണ്ടത് അനന്തനെ പോലെയുള്ള ഒരാളെയായിരുന്നു എന്ന് ഗൗരി പറഞ്ഞ കാര്യമായിരുന്നു അപ്പോൾ അവൻ ഓർത്തത്. ഉള്ളിലുണർന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുന്നത് പോലെ അവന്റെ ആ നോട്ടം നീണ്ടു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക്